إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലുമെല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമീങ്ങളായി മുഅ്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി അധ്വാനിക്കണം എന്ന് സ്വന്തം നഫ്സിനെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നന്മയായും തിന്മയായും ജീവിതത്തിൽ കടുത്ത പരീക്ഷണങ്ങളുണ്ടാകും. അത്തരം സന്ദർഭത്തിൽ ഒരു വിശ്വാസിയുടെ നിലപാട് എന്തായിരിക്കണം എന്നതിനെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന നന്മകളും തിന്മകളും എടുത്തു പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുൽ, നബിയെ മനുഷ്യരോട് പറഞ്ഞു കൊടുക്കുക, കുല്ലും മിൻ ഇൻദില്ലാഹ്, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നാകുന്നു. നിങ്ങൾക്ക് വന്ന നന്മയും നിങ്ങൾക്ക് സംഭവിച്ച പരീക്ഷണങ്ങളും രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നാണ്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ശർറും നൽകുന്നത്? വനബുലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്നതൻ, ഒരു പരീക്ഷണം എന്നുള്ള നിലക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ശർറും നൽകുന്നത്. നാം നിങ്ങളെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. വനബുലൂകും, നാം നിങ്ങളെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും, ഖൈറു കൊണ്ടും ശർറു കൊണ്ടും. എന്തിനാണത്? ഫിത്നതൻ, നിങ്ങളിൽ ഓരോരുത്തരെയും അല്ലാഹു ടെസ്റ്റ് ചെയ്യുകയാണ്. എന്നിട്ട് പറഞ്ഞു, വ ഇലൈനാ തുർജഊൻ, നിങ്ങൾ എല്ലാവരും എന്നിലേക്ക് മടക്കപ്പെടുന്നതാണ് എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും അള്ളാഹുവിൻ്റെ മുന്നിൽ പോയി നിൽക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ഖൈറിനെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, ശർറിനെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നതാണ്. മാത്രമല്ല, ഖൈറും ശർറും ജീവിതത്തിൽ വരുമ്പോൾ സാധാരണ നിലക്ക് ഭൗതികമായ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് പലരും അതിനെ നോക്കിക്കാണുന്നത്. എന്നാൽ വിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വമ്പിച്ച ഒരു ഹിക്മത്ത് അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമുൻ. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഷർറുണ്ടാകും, നിങ്ങൾ വെറുക്കുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഖൈറുമുണ്ടാകും. അല്ലാഹു എല്ലാം അറിയുന്നവനാണ്, നിങ്ങളാകട്ടെ അറിവില്ലാത്തവരുമാണ്. അതുകൊണ്ട് തന്നെ സന്തോഷമെന്ന് നമുക്ക് തോന്നുന്നതിനെ അല്ലാഹു നൽകുന്നത് മറ്റൊരു പരീക്ഷണമായിട്ടാണ്. ശരിയായി ബുദ്ധിപൂർവം അതിനെ കണ്ടിട്ടില്ലെങ്കിൽ അപകടമുണ്ടാകും. ഷർറെന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യവും അത് യഥാർത്ഥത്തിൽ നമുക്ക് ഖൈറിന് വേണ്ടി അല്ലാഹു നൽകുന്നതാണ്. ശരിയായ രൂപത്തിൽ അതിനെയും നോക്കി കണ്ടിട്ടില്ലെങ്കിൽ അതും പ്രശ്നമാണ്. എന്നാൽ ഖൈറിനെയും ഷർറിനെയും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കി നിലപാടുകൾ സ്വീകരിക്കുവാനുള്ള മഹത്തായ ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് നൽകിയിരിക്കുന്നു, മുസ്ലിമീങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അത് മുസ്ലിമീങ്ങൾക്കല്ലാതെ മറ്റാർക്കും ഇല്ലതാനും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അജബൽ ലി അംരിൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ കാര്യം വലിയ അത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈറുൻ,
അവന്റെ എല്ലാ കാര്യങ്ങളും അവന് ഖൈറാണ്. വലൈസ ദാലിക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിനി. ഒരു വിശ്വാസിക്കല്ലാതെ, ഒരു മുസ്ലിമിനല്ലാതെ അങ്ങനെ ഒരു നിലപാട് ജീവിതത്തിൽ സ്വീകരിക്കാൻ കഴിയില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ അതൊരു വലിയ അത്ഭുതമാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. എന്താണ് കാര്യം? ഇൻ അസ്വാബതുഹു സറാഉ ശകറ ഫഹുവ ഖൈറുൽ ലഹു വ ഇൻ അസ്വാബതുഹു ദറാഉ സബറ ഫഹുവ ഖൈറുൽ ലഹു. അവന് ഒരു സന്തോഷമുണ്ടായാൽ അതിലവൻ മതിമറക്കുകയില്ല, അള്ളാഹുവിനെ മറക്കുകയില്ല, ഉത്തരവാദിത്തങ്ങളെ മറക്കുകയില്ല. മറിച്ച് നന്ദി കാണിക്കാൻ വേണ്ടിയുള്ള ഒരു പരീക്ഷണമായിട്ടാണ് ഈ ഖൈർ. മഹാനായ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ, ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അഅശ്കുർ അം അക്ഫുർ. ഇതെനിക്ക് എൻ്റെ റബ്ബിന്റെ ഫളിൽ നിന്ന് ലഭിച്ചതാണ്. പക്ഷേ ഇത് നൽകിയത് എന്തിനാണ്? എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ഞാൻ നന്ദി കേട് കാണിക്കുമോ അതല്ല നന്ദി കാണിക്കുമോ എന്ന് എന്നെ പരീക്ഷിക്കാൻ വേണ്ടി കിട്ടിയ ഫളിലാണ്. അതാണ് ആ തിരിച്ചറിവ്. അതേ സന്ദർഭത്തിൽ അവർക്കൊരു വിഷമം ബാധിച്ചാലോ, ഒരു ബുദ്ധിമുട്ടുണ്ടായാലോ അവർ അക്ഷമരാവുകയില്ല, അള്ളാഹുവിനെ നിഷേധിക്കുകയില്ല, നന്ദികേടുകൾ പറയുകയില്ല, മതത്തിൽ നിന്ന് പുറകോട്ട് പോവുകയില്ല. പിന്നെയോ സ്വബറ, അവർ ക്ഷമിക്കുന്നതാണ്. ഫഹുവ ഖൈറുൽ ലഹു, അത് അവർക്ക് ഏറ്റവും വലിയ ഖൈറാകുന്നു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ പറഞ്ഞത്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. തീർച്ചയായും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യുന്നതാണ്. ബിശൈഇൻ മിനൽ ഖൗഫ്, അങ്ങേയറ്റത്തെ ഭീതി ഉണ്ടാകുന്ന അവസ്ഥ, പല കാരണങ്ങൾ കൊണ്ടുള്ള പേടികൾ, പലതിനെ സംബന്ധിച്ചുമുള്ള ഭയപ്പാട്. അതുകൊണ്ട് അള്ളാഹു പരീക്ഷിക്കും. വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും. സമ്പത്തിലും സന്താനങ്ങളിലും കുടുംബത്തിലും അതേപോലെ തന്നെ ആളുകളിലും ഉണ്ടാകുന്ന മരണങ്ങൾ കൊണ്ട്, മുസീബത്തുകൾ കൊണ്ട് എല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല പരീക്ഷിക്കുന്നതാണ്. ഭൂകമ്പങ്ങളിലൂടെ ആയിരങ്ങൾ പതിനായിരങ്ങൾ കൊല്ലപ്പെട്ടേക്കാം, പ്രളയത്തിലൂടെ, കൊടുങ്കാറ്റിലൂടെ, അങ്ങനെ തുടങ്ങി ഒരുപാട് പരീക്ഷണങ്ങൾ, അപകട മരണങ്ങൾ, രോഗങ്ങൾ, കഷ്ടപ്പാടുകൾ, ദാരിദ്ര്യം, പട്ടിണി, കച്ചവടത്തിലുള്ള നഷ്ടം, കൃഷിയിലുള്ള നഷ്ടം എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. കടുത്ത പരീക്ഷണമാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വബശ്ശിരിസ് സ്വാബിരീൻ, ക്ഷമാലുക്കൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. ഈ പരീക്ഷണങ്ങളൊക്കെ സന്തോഷത്തിന്റെ മുന്നോടിയാണ്. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ, എന്തൊരു മുസീബത്ത് വന്നാലും ഖാലൂ, അവർ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മളെല്ലാവരും അള്ളാഹുവിനുള്ളതാണ്, അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോവേണ്ടവരാണ്. ആ ഒരു തിരിച്ചറിവ് വിശ്വാസികൾക്കാണ്. മറ്റാർക്കും അങ്ങനെ സമാധാനിക്കാൻ കഴിയില്ല. ആയിരങ്ങൾ ഭൂകമ്പങ്ങളിലൂടെ മരണപ്പെട്ടാലും, ആക്സിഡന്റുകളിലൂടെ മരണപ്പെട്ടാലും, രോഗം വന്നാലും, കഷ്ടപ്പെട്ടാലും അള്ളാഹുവിന്റെ അടുക്കൽ അതിന്റെ എല്ലാം പ്രതിഫലം കണ്ടെത്താൻ സാധിക്കുമെന്ന് കരുതി ആശ്വസിക്കുവാൻ വിശ്വാസികൾക്കല്ലാതെ മറ്റാർക്കും സാധിക്കുകയില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ, അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം അവർക്കുണ്ട്, അള്ളാഹുവിൽ നിന്നുള്ള സ്വലാത്തുകൾ അവർക്കുണ്ട്. വഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവർ തന്നെയാകുന്നു സന്മാർഗം സിദ്ധിച്ച ആളുകൾ. അപ്പോൾ കടുത്ത പരീക്ഷണങ്ങൾ ഉണ്ടാകും പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ക്ഷമാലുക്കളാവുക, വിശ്വാസികളായി തീരുക. എങ്കിൽ അത് പരലോകത്ത് ഏറ്റവും വലിയ ഗുണകരമായ കാര്യമായി തീരുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. എന്നാൽ പരീക്ഷണങ്ങൾ അനുഭവിക്കാതെ സ്വത്തിലും സന്താനങ്ങളിലും ശരീരത്തിലുമെല്ലാം ആശ്വാസത്തോടുകൂടി ജീവിക്കുന്ന ആളുകളുണ്ട്. അവർ ഒരിക്കലും കരുതരുത്, ആ ഭൂകമ്പം ആ നാട്ടിലല്ലേ, അതല്ലെങ്കിൽ ആ പരീക്ഷണം ഇന്നിടത്തല്ലേ, നമ്മെ അതൊന്നും ബാധിച്ചിട്ടില്ലല്ലോ എന്ന് കരുതി നന്ദി കെട്ടവരായി നമ്മൾ ജീവിക്കാൻ പാടില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വഷ്കുറൂ നിഅമത്തല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള നിഅമത്തുകൾക്ക് നിങ്ങൾ നന്ദി കാണിക്കണം, അള്ളാഹുവിനെ നിങ്ങൾ ഓർക്കണം. ഇൻ തഷ്കുറു യർളഹു ലക്കും, നിങ്ങൾ നന്ദി കാണിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ തൃപ്തിപ്പെടുന്നതാണ്. ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്, നിങ്ങൾ നന്ദി കാണിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. എന്നാൽ നന്ദി കേട് കാണിച്ചാലോ എൻ്റെ ശിക്ഷ അതികഠിനമാകുന്നു. അത് വന്നെത്തിയാൽ മനുഷ്യർക്ക് തടുക്കാൻ കഴിയില്ല. മനുഷ്യന്റെ എല്ലാ കഴിവുകളും, അവന്റെ എല്ലാ ടെക്നോളജിയും, അവന്റെ എല്ലാ ആൾബലവും അവിടെ നിഷ്പ്രഭ
വ്യർത്ഥമായി പോകും, നിഷ്ഫലമായി പോകും. അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നാൽ അത് കഠിനമായ ശിക്ഷ തന്നെയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നന്ദിയുള്ള ഒരു ജീവിതം നയിക്കണം. പരീക്ഷണങ്ങൾ വന്നാലോ ക്ഷമിക്കുകയും തൗബ ചെയ്യുകയും ഇസ്തിഗ്ഫാർ നടത്തുകയും വേണം. എങ്കിൽ ഇരുലോകത്തും ഖൈറ് തന്നെ. ആ നിലക്ക് ഖൈറുകൾ നേടിയെടുക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സത്യവിശ്വാസം ഒരു വിശ്വാസിക്ക് നൽകുന്ന യഖീൻ അത് വളരെ അത്ഭുതകരമാണ്. അത് വളരെ മേന്മയേറിയതും ശക്തിയുള്ളതുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശങ്ങളിൽ ശ്രദ്ധേയമായ ഒരു കാര്യം, ഇഅലം, നീ അറിയണം, നീ പഠിച്ചു വെച്ചോ, അന്നമാ അസാബക ലം യകുൻ ലിയുഖ്തിഅക വ അന്നമാ അഖ്തഅക ലം യകുൻ ലിയുസീബക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, നിന്നെ ബാധിച്ച ഒന്നും നിന്നെ ബാധിക്കാതെ പോകുമായിരുന്നില്ല. നിന്നെ ബാധിക്കാതെ മാറി നിൽക്കുന്നത് നിന്നെ ഒട്ട് ബാധിക്കുകയുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖളാ ആണത്, അല്ലാഹുവിന്റെ ഖദറാണത്. പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എവിടെ എന്തെല്ലാം ഏതെല്ലാം രൂപത്തിൽ സംഭവിക്കണമെന്ന് അല്ലാഹു ഖദറാക്കിയിട്ടുണ്ട്. ആ ഖദറാക്കിയതിൽ നിന്ന് ഒന്നുപോലും കൂടുകയോ കുറയുകയോ ചെയ്യാതെ ഇവിടെ സംഭവിക്കുക തന്നെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു കൊടുത്തു, ഇഅലം, അതുകൊണ്ട് നീ അറിയുക, അന്നൻ നസ്റ മഅസ് സബ്ർ, ക്ഷമയുടെ കൂടെ അല്ലാഹുവിന്റെ സഹായമുണ്ട്. വ അന്നൽ ഫർജ മഅൽ കർബ്, തീർച്ചയായും വ അന്നൽ ഫറജ മഅൽ കർബ്, തീർച്ചയായും ഒരു പ്രയാസത്തിന്റെ കൂടെ ആശ്വാസമുണ്ടാകും. വ അന്ന മഅൽ ഉസ്രി യുസ്റാ, ഒരു ഞെരുക്കത്തിന്റെ കൂടെ അല്ലാഹു ഒരു എളുപ്പമുണ്ടാക്കും. ഏത് പരീക്ഷണങ്ങളും ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്താൽ ഇരുലോകത്തും ഖൈറ് നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഇന്നമാ യുവഫ്ഫസ് സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, ക്ഷമാലുക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്ക് നോക്കാതെ പ്രതിഫലം നൽകുന്നതാകുന്നു. ഒരു വിശ്വാസിയുടെ കാലിൽ തറക്കുന്ന മുള്ളുപോലും അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമായി തീരുന്നതാണ്. അതുകൊണ്ട് പരീക്ഷണങ്ങളെല്ലാം തന്നെ ഖൈറിന് വേണ്ടിയാണ്. പക്ഷേ വിശ്വാസികളായിരിക്കുവാനും സത്യവിശ്വാസത്തോടു കൂടി അത് സ്വീകരിക്കുവാനും, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കരുത്. ഈമാനോടുകൂടി ഇഖ്ലാസോടുകൂടി ഇസ്ലാമോടുകൂടി മരിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകണം. എങ്കിൽ ഈ ഖൈറാത്തുകളെല്ലാം നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم. اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفة وإخوانهم شيوخ الإمارات الذين انتقلوا إليك. اللهم وفق رئيس الدولة الشيخ محمد بن زايد ونائبه لما تحبه وترضى. اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام. اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله أقيموا الصلاة.